മാലാഖ കുഞ്ഞുങ്ങളെ, ഈശോയുടെ കൂട്ടുകാരെ, എല്ലാവരും ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. സിസ്റ്റർ ഒന്ന് കാണട്ടെ. ഇന്നെല്ലാവരും നല്ല മിടുമിടുക്കരായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. പുത്തൻ ഉടുപ്പുണ്ട്. അതെന്താ തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ടോ? നല്ല പാൻറ്റും നല്ല ഷർട്ടും നല്ല ഉടുപ്പും എല്ലാവരും നല്ല സുന്ദര കുട്ടന്മാരാണ്. ഇന്ന് സിസ്റ്റർ എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. സിസ്റ്റർക്കൊരു ഹായ് ജീസസ് എന്ന് പറഞ്ഞേ, ഒരു ഹായ് വെച്ചേ. ഹായ് ജീസസ്. ഹലോ ജീസസ്. ഞാൻ ഹായ് ജീസസ് പറയുമ്പോൾ നിങ്ങൾ പറയണം ഹലോ ജീസസ് എന്ന്. ഉറക്കെ പറയില്ലേ? ഹായ് ജീസസ്, ഹലോ ജീസസ്. നന്നായിട്ടുണ്ട്. ഇനി ചാടി ഒന്ന് എഴുന്നേറ്റേ. പെട്ടെന്ന് ചാടി എഴുന്നേക്ക്. മിടുക്കരാണ്. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? കുരിശ് വരച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എന്ത് മിടുക്കരാണോ ഇന്ന് ഈ സിസ്റ്ററിൻ്റെ കുഞ്ഞു മക്കള്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, കൈകൾ കൂട്ടിപ്പിടിച്ചു, ഇതാ കുരിശ് വരയ്ക്കാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. വരയ്ക്കാം. നിങ്ങളാണ് ഇന്ന് തുടങ്ങുന്നത്. തുടങ്ങിക്കോ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? 5ാമത്തെ പാഠം അല്ലേ? ആ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? ദൈവം നമ്മുടെ പിതാവാകുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെച്ചു അല്ലേ? എന്താ പഠിച്ചു വെച്ചേ? കുറേ കൂട്ടുകാരെ അവർ വീട്ടിലെത്തിക്കാമോ എന്ന്. ആ ഹോംവർക്ക് ചെയ്തോ? ചെയ്തവരൊക്കെ ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. എല്ലാവരും ചെയ്തല്ലോ. അപ്പച്ചനെ വീട്ടിലെത്തിച്ചു അല്ലേ? നമ്മുടെ കിളിക്കുട്ടീനെ എവിടെ എത്തിച്ച്? മരക്കൊമ്പിലുള്ള ആ കൂട്ടിലെത്തിച്ചു. എല്ലാവരും ചെയ്തു. മിടുക്കരാണ്. അപ്പം എല്ലാവർക്കും കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് ഇതാ നല്ലൊരു കയ്യടി സിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. കൂട്ടുകാരെ, ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ മരിയമോളെ അറിയാവോ? സിസ്റ്ററിൻ്റെ ഒരു കൂട്ടുകാരിയാണ് മരിയമോൾ. മരിയമോളെ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? എന്നാൽ ഇതാ ഞാൻ കാണിക്കാൻ പോവുകയാണേ. കൂട്ടുകാരെ, ഇതാണ് സിസ്റ്ററിൻ്റെ കൂട്ടുകാരിയായ മരിയമോൾ. കണ്ടോ? ഇതാ ഒരു ഹായ് തരുന്നു നിങ്ങൾക്ക്. കണ്ടോ? 2 കൈ കൊണ്ടൊരു ഹായ് കൊടുത്തേ. ഇതാണ് സിസ്റ്ററിൻ്റെ കൂട്ടുകാരി. എന്നെ നോക്കുക. മരിയമോളെ എല്ലാവരും നോക്കിക്കേ. കണ്ടോ? നല്ല തൊപ്പിയൊക്കെ വെച്ച് നമുക്ക് ഇവിടെ ഇരുത്താം അല്ലേ? കുറച്ച് നേരം മരിയമോൾ ഇവിടെ ഇരുത്തട്ടെ. മരിയമോൾ കൈ കൂട്ടിപ്പിടിച്ച് ഈശോട് പറയാണ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന്. ഈ മരിയമോള് മിടുക്കി കുട്ടിയാ. എന്ത് പറഞ്ഞാലും ഈ മരിയമോൾ കേൾക്കും. മരിയമോൾക്കൊരു കൂട്ടുകാരിയുണ്ട്. അതാരാണെന്നറിയാമോ? കാണിച്ചു തരാം. കണ്ടോ? ഇതാണ് മരിയമോളുടെ കൂട്ടുകാരി ഓസ്വിൻ. ഇവർ 2 പേരും കൂടി അമ്മയോട് പറയാണ്, അമ്മേ അമ്മേ മാങ്ങാപ്പഴം വേണമെന്ന്. അമ്മ പറഞ്ഞു, നിങ്ങൾ 2 പേരും പോയിട്ട് മാങ്ങാപ്പഴം പെറുക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അന്നമോളും മോളുടെ തൊപ്പി ചാടിപ്പോയി. സാരമില്ല അല്ലേ? ഇവരെ നമുക്ക് മാറ്റിയങ്ങ് ഇരുത്തിയാലോ? എൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നമോളെയും ഓസ്വിനെയും ഒരിക്കൽ കൂടി നമുക്ക് കാണാം അല്ലേ? അന്നമോളെ അവിടെ പോയി ഇരുന്നോട്ടോ. ഓസ്വിൻ 2 പേരും അവിടെ പോയി ഇരിക്കട്ടെ അല്ലേ? കൂട്ടുകാരെ, അന്നമോളും ഓസ്വിനും കൂടി മാങ്ങാപ്പഴം പെറുക്കാൻ അവരുടെ താഴത്തെ പറമ്പിലേക്ക് നടന്നു പോവാ. അശ്ശോ, അതാ വലിയൊരു പാലം. ഓസ്വിൻ അന്നമോളോട് പറയാ, ചേച്ചി ചേച്ചി, എനിക്ക് പേടിയാ പാലം കിടക്കാൻ. ഈ പാലം പൊട്ടി നമ്മൾ താഴെ വീണ് പോകൂലേ? അപ്പോൾ ഓസ്വിനോട് മരിയമ്മോട് പറയാ, എടി നീ പേടിക്കണ്ട. നമ്മുടെ മമ്മി പറഞ്ഞിട്ടില്ലേ, പാലം കിടക്കുമ്പോൾ പേടി വരുമ്പോൾ ഈശോയെ വിളിച്ചാൽ മതി. ഈശോ അടുത്തേക്ക് വരും. പിന്നെ മാലാഖയെ വിളിച്ചാൽ മതി. മാലാഖ അതാരാന്നറിയാവോ? കാവൽ മാലാഖ നമുക്ക് കൂട്ടായി നമ്മുടെ കൂടെ എപ്പോഴും നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മരിയമോൾ ഓസ്വിനോട് പറഞ്ഞു, നീ പേടിക്കണ്ട. എന്നിട്ട് മരിയമോൾ ഓസ്വിനൊരു പാട്ട് പാടിക്കൊടുത്തു. ഏത് പാട്ടാണെന്നറിയോ? മാലാഖേ കാവൽ മാലാഖേ, ഇന്നീ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ പോകുന്ന നേരത്ത്
നാളെ വെളുപ്പിനു ഞങ്ങൾ ഉണരുമ്പോൾ പുഞ്ചിരി ചുണ്ടിൽ വിടർത്തിടണേ, തൂമഞ്ഞിൻ മാനസം നൽകിടണേ. മാലാഖേ, കാവൽ മാലാഖേ, ഇന്നീ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ പോകുന്ന നേരത്ത് കാത്തിടേണമേ, കാവലേകണേ. ഇങ്ങനെ മരിയമ്മോൾ പാടിക്കൊടുത്തു. പാട്ട് പാടിക്കൊണ്ട് ഈ പാലം മെല്ലെ മെല്ലെ കടന്നു പോയിട്ട് ദാ ആ മരത്തിൻ്റെ ചുവട്ടിൽ എത്ര മാങ്ങാപ്പഴാ! അവരാ മാങ്ങാപ്പഴമെല്ലാം പെറുക്കി തിരിച്ച് പാലം കടന്ന് അമ്മയുടെ അടുത്തിട്ട് പറയാ, അമ്മേ അമ്മേ, ഈ ഓസ്മിന് ഭയങ്കര പേടിയാ. എന്തിനാ മോളെ പേടിക്കുന്നേ? ഇവള് പറയാ പാലത്തിൽ നിന്ന് താഴെ വീഴാനോ നേരത്ത് പേടിയാന്ന്. ഞാൻ അമ്മ പറഞ്ഞ കഥ പറഞ്ഞു കൊടുത്തു. പേടിക്കണ്ട, മാലാഖമാര് നമ്മളെ കാത്തുകൊള്ളും, ഈശോ നമ്മളെ വഴി നടത്തും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തു. അങ്ങനെ അവളുടെ പേടി പോയി. ഇതാ എന്തേരം മാങ്ങാപ്പഴാന്ന് കണ്ടോ? കൂട്ടുകാരെ, ഈ മാലാഖയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാവൽ മാലാഖയുടെ ഇതാ ഇത് കണ്ടോ? സിസ്റ്റർ ഒരു പടം കാണിച്ചു തരാം. കണ്ടോ? ഇതാ പാലത്തിൽ കൂടി രണ്ടുപേരും നടന്നു പോവുക. നിങ്ങളെപ്പോലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടോണി മോനും എലിസബത്തും ഇത്. ഇവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ കണ്ടോ മാലാഖ ഇവരെ കാത്തു പരിപാലിച്ചുകൊണ്ട് ഈ പാലത്തിൽ നിന്ന് താഴെ വീഴാതെ കാത്തു സംരക്ഷിച്ച് നടക്കുന്ന കണ്ടോ? അങ്ങനെയാ നമ്മൾ നടക്കുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ഉറങ്ങുമ്പോഴും എല്ലാം ഈ കാവൽ മാലാഖമാർ നമ്മളെ കാത്തുകൊള്ളും. അപ്പോൾ പ്രാർത്ഥിക്കണം, മാലാഖേ എൻ്റെ കൂടെ ഒന്ന് വരണേ, എന്നെ വീഴാതെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുവോ? നിങ്ങൾ മിടുക്കരാണ് അല്ലേ? കൂട്ടുകാരെ, ദൈവം നമ്മുടെ എല്ലാവരുടെയും പിതാവാണ്. ഈ ദൈവം നമ്മളെ കാത്തുപരിപാലിക്കും. ഈ ദൈവം നമ്മളെ സംരക്ഷിക്കുവാൻ ദാ മാലാഖമാരെ നമ്മുടെ അടുത്തേക്ക് വിടും. ഇതാ ഈ പടത്തിൽ കണ്ടോ? എല്ലാവരും നോക്കിക്കേ, എത്ര മാലാഖമാരാ! കാവൽ മാലാഖയുണ്ട്, ഗബ്രിയേൽ മാലാഖയുണ്ട്, കുറേ മാലാഖയുണ്ട്. കണ്ടോ? ഈ മാലാഖമാരെല്ലാം നമ്മുടെ കൂടെ നടക്കും. അപ്പോൾ ഉറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, എൻ്റെ ഈശോയെ എന്നെ കാത്തുകൊള്ളണേ, എൻ്റെ ഈശോയെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ മരിയമോളും നമ്മുടെ ഓസ്മിൻ കുട്ടിയും കൂടി ഈശോയുടെ അടുത്ത് നിന്നിട്ട് പറയാ, ഈശോയെ ഇന്ന് മാങ്ങ പെറുക്കാൻ പോയപ്പോൾ ആപത്തൊന്നും കൂടാതെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നുവെന്ന്. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുവോ? പ്രാർത്ഥിക്കുവോ? ഈശോയോട് പ്രാർത്ഥിക്കണം. പിതാവായ ദൈവം നമ്മളെ ആപത്ത് കൂടാതെ സംരക്ഷിച്ചു കൊള്ളും. കൂട്ടുകാരെ, ദാ ഇത് കണ്ടോ? വഴി അറിയാതെ നിൽക്കുന്ന ടോണിമോൻ. ഈ ടോണിമോന് മുകളിൽ നിൽക്കുന്ന അപ്പച്ചൻ്റെ അടുത്തൊന്ന് എത്തണം. വഴിയെന്ന് കാണിച്ചു കൊടുക്കുവോ? ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് ഇന്ന്. നാളെ വരുമ്പോൾ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഹോംവർക്ക് ചെയ്തിട്ട് വരണം. എന്താ ചെയ്യുക? വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്നൊരു വഴിയുണ്ട്. ആ വഴി ശരിയായ രീതിയിൽ കണ്ടുപിടിച്ച് ടോണിമോനെ മെല്ലെ 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 എവിടെ എത്തിക്കും? അപ്പച്ചൻ്റെ അടുത്ത് എത്തിക്കും. എത്തിക്കുമോ? നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ. വഴി കണ്ടുപിടിച്ച് അപ്പച്ചൻ്റെ അടുത്ത് ടോണിമോനെ എത്തിച്ചു കൊടുക്കണം. എത്തിക്കില്ലേ? ഇനി ഒന്ന് എഴുന്നേറ്റ് നിന്നേ എല്ലാവരും. ചാടി എഴുന്നേക്ക്. ഇനി സിസ്റ്റർ പറയുന്നത് പോലെ ചെയ്യണം. ഒരു ഗെയിം തരാൻ പോവുകയാണ്. ഗെയിം കളിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടം അല്ലേ? കണ്ണടച്ച് പിടിച്ച എല്ലാവരും കണ്ണടച്ച് പിടിക്കണം. ദേ ഞാൻ കണ്ടു ചിലരിങ്ങനെ കണ്ണിറുക്കി നോക്കുക. എല്ലാവരും കണ്ണടച്ചു. ഇനി നിങ്ങളുടെ കൈ മെല്ലെ ഉയർത്തണം. ഉയർത്തിയിട്ട് നന്നായിട്ട് ഉയർത്തി പിടിച്ചിട്ട് മുകളിലേക്ക് ഉയർത്തിയിട്ട് നല്ലൊരു നക്ഷത്ര പൂക്കൾ ഇങ്ങനെ കൊടുക്കണം. ആരും കാണരുത് കേട്ടോ, ഞാൻ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ല. നക്ഷത്രത്തിൻ്റെ പൂക്കൾ ഇതാ മിന്നി 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 തെളിയുന്നു. ആ കുഞ്ഞി കൈകൾ ഉയർത്തി എന്ത് രസാ മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. ആ നക്ഷത്രത്തെ പിടിക്കാൻ ഇതാ പറന്ന് 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 മാലാഖ ഓടിയെത്തുക. നക്ഷത്രം ആരാന്നറിയാവോ? 1 2 3 കണ്ണു തുറക്ക്. നിങ്ങൾ തന്നെയാണോ നക്ഷത്രങ്ങൾ? ദൈവം ആകാശത്തു നിന്ന് നോക്കി ടോണിമോനെ കണ്ടു.
ഇസബലിനെ കണ്ടു, അച്ചൂട്ടിയെ കണ്ടു. അതാരെ കൈ ഉയർത്തിപ്പിടിച്ചേ? ആ മാത്യൂസിനെ കണ്ടു. ദാ അവിടെ സാവിയമോനെ കണ്ടു. എല്ലാവരെയും കണ്ടു. എല്ലാവരെയും ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയുക. ഇനി ഇതാ സിസ്റ്റർ ഒരു വചനം പഠിപ്പിക്കാൻ പോവുക. വചനം ഉറക്കെ പഠിക്കുവോ? ഉച്ചത്തി പറയണേ. കൈകൾ കൂട്ടിപ്പിടിക്ക്. നന്നായിട്ട് പിടിക്ക്. സ്വരമുയർത്തി ഈ വചനം പറയുന്നത് ആരാണെന്ന് സിസ്റ്റർ നോക്കാൻ പോവുകയാണ്. ദാ അവിടെ ആരോ കുനിഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ ആരോ എല്ലാവരും എടുക്കരാ. നന്നായി നിൽക്കുന്നുണ്ട്. ഉറക്കെ പറയണേ. സിസ്റ്റർ പറഞ്ഞു തരട്ടെ. തൻ്റെ തൂവലുകൾ കൊണ്ട്, ഉറക്കെ പറ, തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. എന്നിട്ട് പറഞ്ഞേ, തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. ഒന്നുകൂടി പറഞ്ഞേ, അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? സങ്കീർത്തന പുസ്തകം 91-ാം അധ്യായം 4-ാമത്തെ വാക്യം. കണ്ടോ? ഈ വചനം എഴുതിയിരിക്കുന്നത് കണ്ടോ? നിങ്ങളുടെ പുസ്തകത്തിൽ ഏറ്റവും അവസാനം കൃത്യമായിട്ട് വചനം എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 91-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ വചനം സ്വരമുയർത്തി എല്ലാവരും പറയണം. ഓരോ പാഠങ്ങളിലും പഠിപ്പിക്കുന്ന വചനങ്ങൾ കൃത്യമായി പറയുന്ന എല്ലാവർക്കും അവസാനം ഒരു സമ്മാനം തരും സിസ്റ്റർ. എല്ലാവരും പഠിക്കുമോ? നല്ല കുട്ടികളാണ് കേട്ടോ. സന്തോഷമായി സിസ്റ്റർക്ക്. ഇനി നമ്മുടെ മരിയമോള് എന്താ ചെയ്യണമെന്ന് നോക്കാം. മരിയമോള് പറയാ, എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി ഒന്ന് കാണണമെന്ന്. മരിയമോളെ ഒന്ന് വിളിച്ചാലോ? ഒച്ചത്തി വിളിക്കുമോ? സ്വരം ഉയർത്തി വിളിക്കണം. നിങ്ങൾ ഒരുമിച്ച് വിളിക്കുമ്പോൾ നമ്മുടെ മരിയമോൾ ഓടിയെത്തും. വിളിച്ചേ, മരിയമോളെ. ഒച്ചത്തി വിളിക്ക്, മരിയമോളെ. ദാ മരിയമോളെ വിളിച്ചപ്പോഴത്തേക്കും ദാ ഓടിയെത്തി. ഓടി വന്നിട്ട് നിങ്ങളെ വിളിക്കുക. ഇങ്ങനെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? മരിയമോളോട് എന്നും പറയണം, ക്ലാസ്സിൽ വരണമെന്ന് പറയും. മരിയമോളെ ഒന്ന് ചിരിച്ചു കാണിച്ചേ. കണ്ടോ? ഇഷ്ടപ്പെട്ടോ മരിയമോളെ? മരിയമോൾ പറയാ, നിങ്ങളെല്ലാവരെയും ഇഷ്ടമായിന്ന്. ഈ മരിയമോളുടെ കൂടെ നമുക്ക് ആ മാലാഖയുടെ പാട്ടൊന്നുകൂടി പാടിയാലോ? എന്നിട്ട് പറയണം, ഈശോയെ, ഞാൻ നടക്കുമ്പോഴും ഞാൻ കളിക്കുമ്പോഴും ഞാൻ പഠിക്കുമ്പോഴും എല്ലാം എൻ്റെ കൂടെ കാവൽ മാലാഖ അയക്കണേ എന്ന് പറയണം. മരിയമോട് കൂടി അങ്ങ് പാടിയാലോ? പാടാം. പാട്. മാലാഖേ, കാവൽ മാലാഖേ, ഇന്നീ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ പോകുന്ന നേരത്ത് കാത്തിടേണമേ, കാവലേകണേ, തിന്മയിൽ നിന്നു നീ രക്ഷിക്കണേ, നന്മയിൽ ഞങ്ങളെ കാത്തിടണേ, നാളെ വെളുപ്പിന് ഞങ്ങൾ ഉണരുമ്പോൾ പുഞ്ചിരി ചുണ്ടിൽ വിടർത്തിടണേ, തൂമഞ്ഞിൻ മാനസം നൽകിടണേ. മാലാഖേ, കാവൽ മാലാഖേ, ഇന്നീ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ പോകുന്ന നേരത്ത് കാത്തിടേണമേ, കാവലേകണേ. ഹായ് കൊടുത്തേ അന്നയ്ക്ക്, മരിയമോൾക്ക് ഒരു ഹായ് പറഞ്ഞേ അന്നമോൾക്ക്. എല്ലാവരും അന്നമോൾ പറയാ അടുത്ത ദിവസം ക്ലാസ്സിൽ വരാമെന്ന്. ടാറ്റ കൊടുക്ക്. മരിയമോളെ എല്ലാവരെയും നോക്കിക്കേ. കണ്ടോ കൂട്ടുകാരെ? മരിയമോളെ പോലെ സന്തോഷത്തോടെ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കണം. കണ്ടില്ലേ? കാവൽ മാലാഖയുടെ പാട്ട് പാടിയപ്പോൾ മരിയമോൾ കൈയടിച്ച് പാടിയത് കണ്ടില്ലേ? ഇതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് ഈശോട് പറയണം, കാവൽ മാലാഖയെ എനിക്ക് തരണമെന്ന്. നിങ്ങളുടെയൊക്കെ പേരെന്തെന്നാ? നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുകൾ ഈശോട് പറയണം. മരിയമോളെ കാത്തുകൊള്ളണേ, അന്നമോളെ കാത്തുകൊള്ളണേ, സാവിയമോനെ കാത്തുകൊള്ളണേ, മാത്തുക്കുട്ടനെ കാത്തുകൊള്ളണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇനി എഴുന്നേറ്റ് നിന്നേ, ചാടി എഴുന്നേൽക്ക്, കൈകൊട്ടി പിടിക്കുക. ഇനി സിസ്റ്റർ പറഞ്ഞു തരുന്ന പ്രാർത്ഥന കണ്ണുകളടച്ച് സ്വരമുയർത്തി പ്രാർത്ഥിക്കണം. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, എൻ്റെ കൂടെ എന്നും വരണമേ, എന്നെ കാത്തു പരിപാലിക്കണമേ, ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ,
എൻ്റെ പപ്പായെയും എൻ്റെ മമ്മിയെയും എൻ്റെ വല്യപ്പച്ചനെയും എൻ്റെ വല്യമ്മച്ചിയെയും കുഞ്ഞാൻ്റിയെയും ഒക്കെ കാത്തുകൊള്ളണമേ. ആമേൻ. കാവൽ മാലാഖമാരെ എന്നെ സംരക്ഷിക്കണമേ. പിതാവായ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഇന്ന് ഇത്രയും പഠിച്ചില്ലേ? വചനം പഠിക്കണം, ഹോംവർക്ക് ചെയ്യണം, പാട്ട് പഠിക്കണം, വചനം പഠിക്കണം. ഇത്രയും പഠിക്കുമോ? പഠിക്കുമല്ലേ? ഇനി എഴുന്നേറ്റ് നിന്ന് കുരിശ് വരച്ച് നമ്മുടെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ചാടിയേക്ക് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.